കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ബെനഡിക്റ്റ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടി പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടി ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ജനത്തിനു വേണ്ടി യോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണേ. എന്റെ സഹോദരനെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. രണ്ട് കരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്താം. എല്ലാ മക്കളും എഴുന്നേറ്റ് രണ്ട് കൈ ഉയർത്തി പിടിച്ച് തുടർന്നുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ദിവ്യരഹസ്യങ്ങളുടെ മേൽ നിറയപ്പെടാൻ വേണ്ടി സഭ പ്രാർത്ഥിക്കാൻ പോകാം. ആ വലിയ അനുഭവം നമുക്ക് കിട്ടട്ടെ. ഈ ആലയം മുഴുവൻ അഭിഷേകം നിറയട്ടെ. എല്ലാ മക്കൾക്കും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ലഭിക്കട്ടെ, ശക്തി ലഭിക്കട്ടെ, ശക്തി ഉജ്ജ്വലിക്കപ്പെടട്ടെ, വരദാനങ്ങൾ കിട്ടട്ടെ, വിടുതൽ ലഭിക്കട്ടെ, ഭയങ്കര സമാധാനം കിട്ടട്ടെ. രണ്ട് കരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉറക്കെ ഹൃദയം ഒരുങ്ങി മനസ്സിലാക്കി ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും പരിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ബലിയർപ്പണത്തിൽ ദൈവമാതാവായ കന്യക മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. എന്റെ ദൈവമേ, ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി
ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചു നിൽക്കണം. ഈ സമയത്ത് കർത്താവിന്റെ തിരുസഭ പരിശുദ്ധാത്മാവിനെ ഈ ബലിപീഠത്തിലേക്ക്, ദിവ്യരഹസ്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വലിയ സമയം ദൈവത്തിന്റെ ആത്മാവിൽ വന്ന് ആവസിക്കുന്ന സമയത്ത് നമ്മുടെ മേൽ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കട്ടെ. കണ്ണുകളടച്ച് ശിരസ് കുനിച്ചു പിടിച്ച് അഭിഷേകത്തിനാണ് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാനങ്ങൾ അണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും, നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷന്റെ മൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള നിശ്ചരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും
നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കുവാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. രണ്ട് കരങ്ങളും തുറന്ന് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വനാഥൻ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഏകമനസ്സോടെ സന്തോഷത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഉറക്കെ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ കോപത്തിലെ ഇഷ്ടാനുവേണ്ടി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഇഷ്ടാലുവീൽ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സ്വർഗത്തിൽ നിന്നൊരു സ്വരം മാറ്റലിക്കൊണ്ടു, ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ലോകരക്ഷകനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. കർത്താവിശ്വമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധ കുർബാന സ്വീകരണ സമയമാണ്. ഈശോയെ നമുക്ക് സ്വീകരിക്കേണ്ട ഹൃദയം കൊണ്ട് ഒരുങ്ങാൻ പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ടവരും കുമ്പസാരിച്ച് ഒരുങ്ങിയിരിക്കുന്നവരുമായ മാത്രമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പാടുള്ളൂ. മറ്റാരും കുർബാന സ്വീകരിക്കരുത്. സഭയുടെ ഔദ്യോഗിക നിയമമാണ്. സഭയിൽ ഏതെങ്കിലും വിലക്കുകളുള്ളവർ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഈ സമയത്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയുടെ അച്ഛന്മാരെത്തും. അപ്പോൾ നിങ്ങൾ കുർബാന സ്വീകരിക്കുക. തിരക്കുകൾ കൂട്ടരുത്. ക്രമത്തിന് വന്നിട്ട് കുർബാന സ്വീകരിക്കേണ്ട തയ്യാറാകുക. കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രേക്ഷകർ നിങ്ങളോട് പറയും അതുപോലെ ചെയ്യാവുള്ളൂ, അല്ലാണ്ട് ചെയ്യരുത്. തിരക്കുകാരെ കൂട്ടരുത്. കുർബാന സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇരിക്കാവുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ളവരും ഈ സമയത്ത് നല്ല പ്രാർത്ഥനയിലായിരിക്കണം. കുർബാന സ്വീകരിക്കാത്ത ആളുകളും ഇപ്പോൾ നല്ല പ്രാർത്ഥനയിൽ ആയിരിക്കുവാനായിട്ട് തയ്യാറാകുക. പക്ഷെ നമ്മൾ വന്നറിയുന്ന സമയമാണ്. ഈ സമയത്ത് കാര്യങ്ങളൊന്നും തുറന്ന് ഉയർത്തിപ്പിടിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുർബാന സ്വീകരിക്കാനുള്ളവരും ക്രമമായിട്ട് മുന്നോട്ടിലായിട്ട് വന്നിട്ട് സ്വീകരിച്ചുകൊള്ളുക. എല്ലാവരും കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഈ സമയത്ത് കുർബാനയുടെ വലിയൊരു ശക്തി നമുക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ കുർബാന നാവിലേക്ക് സ്വീകരിക്കുന്ന സമയം തന്നെ ബന്ധനം കഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്വീകരിക്കാം. കൈകൂപ്പി പഠിക്കട്ടെ. കൈകൂപ്പി പിടിക്കാം. ഹൃദയപൂർവ്വം ഒരുങ്ങിക്കൊണ്ട് ഈശോ സ്വീകരിക്കാം. ഈശോ സ്വീകരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിലേക്ക് ഈശോ വന്ന് വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. ഈശോ എല്ലാം ഏറ്റെടുക്കട്ടെ. പാവഭാരം, മാനസിക വിഷമങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങളൊക്കെ ഈശോ എടുത്തു മാറ്റട്ടെ. എല്ലാ ദുഃഖങ്ങളും പ്രവർത്തിക്കട്ടെ. എല്ലാ സമർപ്പിച്ചുകൊണ്ട്
കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു എന്നെ അനുഗ്രഹിച്ചു ദൈവമേ നീ എന്നെ അനുഗ്രഹിച്ചു തോരാത്ത കണ്ണീർ തുടച്ചു തോളിൽ നീ എന്നെ വഹിച്ചു തോളിൽ നീ
ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ ഈശോ മാത്രം. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മാറ്റുന്നവൻ എന്റെ ഈശോ മാത്രം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോ ഉള്ളം നിറയുന്നു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോ ഉള്ളം നിറയുന്നു. ഈശോയേ, ഈശോയേ, എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിന്റെ രക്ഷകനായി ഞാനങ്ങേ പൂജിക്കുന്നു. എന്റെ വേദനയറിയുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ വേദനയറിയുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ യാതനയകറ്റുന്നവൻ എന്റെ ഈശോ. ഈശോയേ, ഈശോയേ, എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നാത്മാവിന്റെ രക്ഷകനായി ഞാനങ്ങേ പൂജിക്കുന്നു. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മുറിവുകൾ മാറ്റുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ മിഴിനീർ തുടയ്ക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ വഴികൾ തെളിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. എന്റെ കുറവുകൾ ക്ഷമിക്കുന്നവൻ എന്റെ കാണിക്കുന്നവൻ എന്റെ ഈശോ മാത്രം. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോ ഉള്ളം നിറയുന്നു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിന്നെ ഓർക്കുമ്പോ
നമുക്ക് എഴുന്നേൽക്കാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് നമുക്ക് നേരെ കർത്താവിനെ സ്തുതിക്കാം. ഈ സമയത്ത് നാം സ്വീകരിച്ച പരിശുദ്ധ കുർബാനയുടെ ശക്തി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വ്യാപിക്കട്ടെ. വിശുദ്ധിയിലേക്കുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന അനുഭവം ഉണ്ടാവട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും തന്ന നല്ല ദൈവത്തെ കൊടാനുകൂടി നമ്മെ സ്തുതിയിൽ കാണിക്കാം. ഇന്ന ദിവസം ഈ ആലയത്തിൽ വന്ന മുഴുവൻ മക്കളെ അനുഗ്രഹിക്കട്ടെ. ഇവിടേക്ക് വന്ന് പ്രാർത്ഥിച്ച് സ്തുതിച്ച മക്കളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കട്ടെ, ജീവിതങ്ങൾ അനുഗ്രഹിക്കട്ടെ, എല്ലാ തടസ്സങ്ങളും വരട്ടെ, എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നത് നന്ദി പറഞ്ഞു ഈശോ അനുഗ്രഹിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കട്ടെ. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവമേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ കൂപ്പി പിടിക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൻ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ സ്വർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സ്തുതിർഗവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ജീവൻ നൽകും ദൈവികമാ പരിപാവന വേദലി വഴിയാ നാഥന സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയടച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഖമാരുത്തുവരം പാദം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പാപത്തിന് കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഒട്ടുമേ നിൽക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് റസമിഷ്ടിക്കാം. മാതാവിന്റെ രക്തക്കണ്ണുനീരിന്റെ ആ പ്രാർത്ഥന നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ക്രൂശിതനായ എൻ്റെ ഈശോയെ, അങ്ങേ തൃപാദങ്ങളിൽ സാഷ്ടാംഗം വീണുകൊണ്ട്
കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ ദൈവമാതാവിന്റെ രക്തകണ്ണുനീരിനെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലവനായ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ ഞങ്ങൾക്ക് തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിന് അങ്ങനെ ഞങ്ങൾ യുഗത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായ അങ്ങയെ സ്തുതിക്കുന്നതിന് യോഗ്യരാകുന്നതിനും വേണ്ടി അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. ഓ ഈശോയെ, ഈ ലോകത്തിൽ അങ്ങയെ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ രക്തകണ്ണുനീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തകണ്ണുനീർ കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ യാചനകൾ കേൾക്കണമേ. ഓ മറിയമേ, വ്യാകുലതയും കരുണയും സ്നേഹവും നിറഞ്ഞ അമ്മേ, ഞങ്ങളെ എളിയ യാചനകളെ അമ്മയുടെ പ്രാർത്ഥനയോട് ചേർത്ത് പ്രിയപുത്രന് കാഴ്ചവെക്കണമേ. അങ്ങ് ഞങ്ങൾക്കായി ചിന്തിയ രക്തകണ്ണുനീർ കണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ പ്രിയപുത്രനിൽ നിന്ന് ലഭിച്ചു നൽകണമേ. ഞങ്ങളെല്ലാവരെയും നിത്യഭാഗ്യത്തിൽ ചേർക്കണമേ. ഓ മറിയമേ, അങ്ങയുടെ രക്തകണ്ണുനീരാൽ പിശാചിന്റെ ഭരണത്തെ തകർക്കണമെന്നും ഞങ്ങളെ പ്രതിബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ലോകത്തെ കാത്തുരക്ഷിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വിശുദ്ധ സ്ലീവായെ വണങ്ങിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. കർത്താവിന്റെ സ്ലീവായുടെ സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമുക്ക് ചോദിക്കാം. കൈകൂപ്പി കണ്ണടച്ച് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ 5 വലിയ വേദനകളോ 5 വലിയ ബലഹീനതകളോ ഉണ്ടെങ്കിൽ കർത്താവിന്റെ 5 തിരുമുറിവുകളിൽ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളെ രക്ഷിക്കുന്നതിനായി കുരിശിൽ ഉയർത്തപ്പെടുവാൻ സ്വയം തിരുമനസ്സാകുകയും തന്നെ വിലമതിയാത്ത തിരുരക്തത്താൽ പോഷത്വത്തിന്റെയും ഇടർച്ചയുടെയും അടയാളമായ കുരിശിനെ പവിത്രീകരിക്കുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായി മനുഷ്യവംശത്തെ മുഴുവനും ദുഷ്ടപിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ കുരിശിനെ വണങ്ങുന്ന ഞങ്ങളെ കൃപയോടെ കടാക്ഷിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരളിക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വിശുദ്ധ കുരിശിന്റെ തണലിൽ കാത്തുകൊള്ളുകയും ചെയ്യണമേ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഉച്ചരിക്കാനുള്ളതൊക്കെ എടുത്ത് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവായ യേശുവേ, അങ്ങയുടെ പക്കലേക്ക് മക്കൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോമിശിഹായുടെ ചിത്രങ്ങൾ, റസമിശിക്ക ദൈവമാതാവിന്റെ ചിത്രങ്ങള്, ജപമാലകള്, കാശരൂപങ്ങള്, കുരിശുരൂപങ്ങള്, ഈ ആലയത്തിൽ നിന്ന് ഇവർ വാങ്ങിച്ച എല്ലാ ഭക്തവസ്തുക്കളും, ഒരു കൈവശമുള്ള ഉപ്പ്, വെള്ളം, തിരി ആദിയായവയും പഠന ഉപകരണങ്ങളും ജോലി സംബന്ധമായ പേപ്പറുകളും പാസ്പോർട്ടുകള്, സർട്ടിഫിക്കറ്റ്സ്, ഇവയെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ജീവിക്കുന്നവനായ പരിശുദ്ധാത്മാവ് ഇതിന്റെ മേൽ വന്ന് നിറയട്ടെ. ഇതുപയോഗിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കട്ടെ. ഈ വസ്തുക്കളെല്ലാം ഇവർക്ക് സംരക്ഷണം നൽകട്ടെ. ദൈവാനുഗ്രഹം നിരവധിയായി അനുഭവിക്കുവാൻ ദയാകുകയും ചെയ്യട്ടെ. എപ്പോഴും
ഇപ്പോഴും എന്നേക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഈ സമയത്ത് കർത്താവിന്റെ അഭിഷിക്തര് വിശുദ്ധ ജലം നിങ്ങളെ തെളിക്കുന്നു. സ്തുതിക്കുന്നു. കൃപാവിരുന്നിനെ സമർപ്പിക്കുന്നു. ഈശോയെ, ആ ഭക്ഷണത്തെ ഒരുക്കിയ മക്കളെല്ലാം അനുഗ്രഹിക്കണേ. ഞങ്ങൾക്ക് അരിയൊക്കെ വാങ്ങിത്തന്ന മക്കളെ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കണമേ. നൽകിയ കുടുംബങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നേർച്ചയായിട്ട് ഭക്ഷിക്കുന്ന മക്കൾക്കും അനുഗ്രഹം കൊടുക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും കൃപാവിരുന്നിനെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴും എന്നേക്കും ആമേൻ.
കൈകൂപ്പി പിടിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബം മുഴുവന്റെ മേലും ഉണ്ടാകുമാറാകട്ടെ. എപ്പോഴും നീക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷം. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുമിശിഹായ്ക്ക് കർത്താവുള്ള സ്തുതി കൊടുത്ത് സന്തോഷത്തോടെ സ്തുതി കൊടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അടുത്ത ശനിയാഴ്ച കാണാം. അടുത്ത ആദ്യ ശനിയാഴ്ച കാണാം. ധ്യാനങ്ങളും കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകളും കണ്ടുമുട്ടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് കൈ പ്രാർത്ഥന ആവശ്യമുള്ളവർ മുന്നോട്ട് കയറി വരണം. അപ്പോൾ ഒരു കാര്യം, പച്ച കയറ്റുവായി ആരും നിൽക്കാൻ പാടില്ല. സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണോ, പുരുഷന്മാരുടെ ഭാഗത്തോട്ട് മതിയെന്ന കൃപാവചനം സ്വീകരിക്കുക. ദേവാലയത്തിന്റെ പുറകുവശത്തുള്ള ഹാളിലാണ്, അവിടെയാണ് പുരുഷന്മാർ ഭക്ഷണം കഴിക്കേണ്ടത്. സ്ത്രീകൾക്ക് അവർ മുന്നോട്ട്, അതായത് ഗേറ്റിന്റെ അടുക്കിലേക്ക് പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങൾ കിടക്കുന്നതിന് വലതുവശത്ത് അവിടെ ഒരു ഹാളുണ്ട്. അവിടെയാണ് സ്ത്രീകൾക്കുള്ള വിരുന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുക. തിരക്കുകൾ കൂട്ടരുത്. നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ചെരുപ്പുകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ തന്നെ എടുക്കാവുള്ളൂ, വരാനെടുത്തുകൊണ്ട് പോയിരിക്കരുത്. ആർക്കും വിഷമുണ്ടാകരുത്. ഈ ആലയത്തിൽ വന്ന് ധ്യാനം കൂടിയിട്ട് മറ്റുള്ളവർ വേദനിച്ച് പോകാനിടയാകരുത്. പാവപ്പെട്ട മക്കളൊക്കെ വരുന്നുണ്ട്. അവിടെ വളരെ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ചെരുപ്പ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ തന്നെയാണ് എടുക്കുന്നതെന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് നോക്കിയിട്ട് എടുക്കാവുള്ളൂ. നിങ്ങളാരും പ്രത്യേകം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ദിവസം ധ്യാനിക്കാനായിട്ടിരിക്കുന്ന വന്നിരിക്കുന്ന സഹോദരങ്ങൾ അവർ പോയിട്ട് കൃപാവിരുന്ന് സ്വീകരിച്ചതിന് ശേഷം ഒന്ന് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു നോക്കുക. ഈ സമയത്ത് കൈപ്രാർത്ഥന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് ധ്യാനിക്കാനായിട്ട് വരുന്നവരാരും താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് വരരുത്. അവർക്ക് പിന്നീട് പ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. കൗൺസിലിംഗ് ഈ സമയത്ത് ഉണ്ടായിരിക്കുകയില്ല. പ്രത്യേക ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് എന്തെങ്കിലും സമർപ്പണങ്ങൾ, സംഭാവനകൾ ഈ ആലയം നൽകുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ ഒരു ഓഫീസിൽ മാത്രമാണ് നൽകുക. അവിടെ നൽകി റെസിപ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ട് തയ്യാറാകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. स्तोत्र गीतगण